മലയാള കവിതാ ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം കൂടി എത്തിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ നമ്മൾ ഈ പുസ്തകം സ്വീകരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കുന്നു, കവിയെ വിളിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പറയാതെ ഇരിക്കുന്നു. ഞങ്ങൾ ഈ പുസ്തകം വാങ്ങുകയും വായിക്കുകയും ഒരുപക്ഷെ വായിക്കാതെ ഇരുന്നാൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ സമ്മാനിക്കുകയും എല്ലാം ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സദസ്സ് വളരെ ഗൗരവമുള്ള ഒരു സദസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകം പ്രകാശിപ്പിച്ച ആളിൻ്റെ വർത്തമാനത്തോട് വളരെ നന്നായി ഞങ്ങൾ പ്രതികരിച്ചു. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രം ഒരു നല്ല കാവ്യ ബോധമുള്ള ഒരു സദസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സദസ്സിനെ കാണാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാടെന്ന് പറയുന്നത് തന്നെ കാവ്യ സമർത്ഥമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് മുമ്പേ പോയ ഒരുപാട് കവികൾ, ഒരുപാട് നാടൻ പാട്ടുകാർ, ഒരുപാട് മറ്റ് കലാരൂപങ്ങൾ, വലിയ രാഷ്ട്രീയക്കാർ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിത ഏതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു കവിത ജി ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തി എന്ന കവിതയാണ്. മിക്കവാറും കുട്ടികളൊക്കെ അത് പഠിച്ചിട്ടുണ്ടാകും. സൂര്യകാന്തി അല്ല, മുതിർന്ന ആൾക്കാരൊക്കെ, കാവ്യബോധമുള്ള ആൾക്കാരൊക്കെ അത് വായിച്ചിട്ടുണ്ടാകും. എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിതയാണ് സൂര്യകാന്തി. അത് സൂര്യകാന്തിയുടെ മനസ്സ് പറയുന്ന ഒരു കവിതയാണ്. സൂര്യകാന്തിയാണ് അതിനകത്ത് സംസാരിക്കുന്നത് മുഴുവൻ. ആദ്യത്തെ വരി തന്നെ മന്ദമന്ദവൻ താഴും മുഗ്ധമാം മുഖം പൊക്കി സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി അരുനീയനിയത്തി നിർനിമേഷമായി എന്തൻ തേര് പോകവേ നേരെ നോക്കി നിൽക്കുന്നു ദൂരെ. സൂര്യൻ സംസാരിച്ചതായിട്ട് സൂര്യകാന്തി നമ്മളോട് പറയാം. ഒന്നും ഉത്തരം തോന്നിയില്ല. എങ്ങനെ തോന്നും? സർവസന്നിധൻ സവിതാവെന്ന് പുഷ്പം ഹരിമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്ന് എന്നെ പുച്ഛിപ്പതാണ് ഈ ലോകം. അങ്ങനെ ഈ പ്രണയത്തിന്റെ പ്രത്യേകതകൾ, സ്നേഹത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട സ്നേഹം മാത്രമേ ഉള്ളൂ. കുറേയേറെ കാര്യങ്ങൾ സൂര്യകാന്തിയെ കൊണ്ട് ജി നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം മാമക മനോഗതം അവിടുന്ന് അറിഞ്ഞെന്നോ കോമള അദ്ദേഹത്തിന് മുഖവും വിവർണമായി. പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഇരുട്ട് വന്നു. തക്ഷണം കറമ്പി രാവ് എന്തിന് അങ്ങോട്ടേക്ക് എത്തി എന്നൊക്കെ ഉള്ള രംഗങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും. കോമളം അദ്ദേഹത്തിന് മുഖവും വിവർണമായി. എന്നിട്ട് സൂര്യൻ്റെ മുഖം, സൂര്യബിംബം അസ്തമിക്കുന്ന സമയത്ത് അധ്യയന സൂര്യനല്ല, വിവർണമായ സൂര്യനെയാണ് കാണുന്നത്. അത് ഈ സൂര്യകാന്തി പോലും വിട്ടുപോകുന്നുള്ള സങ്കടം കൊണ്ടാണ് ആയിരിക്കാം എന്ന് സൂര്യകാന്തി നമ്മളോട് പറയുകയാണ്. പിറ്റേന്ന് അന്ന് രാത്രി സൂര്യൻ ഉറങ്ങിയതേയില്ല. ഉറങ്ങാതെ ഇരുന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കണ്ണ് വന്നിരിപ്പുണ്ട്. ഈ സൂര്യനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ വാടി വീണ് കിടക്കുന്ന സൂര്യകാന്തി. ആ സമയത്ത് സൂര്യൻ്റെ ഒരു ആത്മഗതം, മനോഗതം ശങ്കരക്കുറുപ്പ് പറയുന്നുണ്ട്. സൂര്യൻ എന്തായിരിക്കും പറയുന്നത്? ആ വിശുദ്ധമാ മുഗ്ധപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ അവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ എന്ന് സൂര്യൻ പറയുന്നുണ്ട്. ഇത് വളരെ പ്രസിദ്ധമായി നിങ്ങൾക്കറിയാവുന്ന ഒരു കവിതയാണ്. ഈ കവിതയിൽ 3 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് സൂര്യൻ, വേറെ സൂര്യകാന്തി പൂവ്, വേറെ മഹാകവി ശങ്കരക്കുറുപ്പ്. ഈ 3 പേരാണ് ഈ കവിതയിലുള്ളത്. എന്താണ് സൂര്യൻ? സൂര്യൻ വാതകങ്ങൾ കത്തിയിരിക്കുന്ന ഒരു ഭൗതിക സവിശേഷതയാണ്. എല്ലാവർക്കും പ്രകൃതി പോയിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു ഭൗതിക സവിശേഷതയാണ് സൂര്യൻ. നേരത്തെ പറഞ്ഞ പൈലിൽ കവിതയില്ല എന്ന് പറയുന്ന സൂര്യനിൽ അങ്ങനെ കവിതയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതാണ് സൂര്യൻ. തികച്ചും ഭൗതികമായിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ ഭാവി കാലത്ത് അതിൻ്റെ സമയത്തൊക്കെ എത്താവുന്ന
കവികളൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ പക്ഷികളൊക്കെ അങ്ങോട്ട് പോകാൻ മനുഷ്യൻ നടത്തിയിരുന്ന ഒരു ഭൗതിക സവിശേഷതയാണ് സൂര്യൻ. സൂര്യകാന്തിയോ ഭൂമിയിൽ നിൽക്കുന്ന ഒരു ചെടി മുളച്ചു വന്ന്, വിത്തിൽ നിന്ന് ഒരു ചെടി മുളച്ചു വന്ന് അത് വേരിലൂടെ ആഹാരവും ജലവും എല്ലാം സമ്പാദിച്ച് അതിൻ്റെ ഇലകളുണ്ട്, പച്ച നിറമുള്ള ഇലകളുണ്ട്, സൂര്യൻ്റെ സഹായത്തോടെ ആഹാരം പാചകം ചെയ്ത് കഴിച്ച് ജീവിച്ച് വളർന്ന് മൊട്ടായി പൂവായി വിടർന്നു നിൽക്കുന്ന ഒരു ഭൗതിക സവിശേഷതയാണ്. സൂര്യൻ ഒരു ഭൗതിക സവിശേഷതയാണ്, സൂര്യകാന്തി ഒരു ഭൗതിക സവിശേഷതയാണ്. സൂര്യകാന്തി പ്രളയിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ വയ്യ. വേറെ ഒരാൾ മൂന്നാമത്തെ ഘടകം ശങ്കരക്കുറുപ്പാണ്. ശങ്കരക്കുറുപ്പ് നമ്മളെപ്പോലെ ആഹാരം കഴിക്കുകയും വായിക്കുകയും മൂത്രമൊഴിക്കുകയും എല്ലാം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ എന്ന ഒരു ഭൗതിക സവിശേഷതയാണ്. ഈ 3 ഭൗതിക സവിശേഷതകളാണ് ഈ കവിതയുടെ പിന്നിൽ ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ സൂര്യനും സൂര്യകാന്തിയും തമ്മിൽ പ്രണയം ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് തോന്നിയത്? അത് അദ്ദേഹത്തിൻ്റെ ലാവണ്യബോധത്തിൻ്റെ വിഷയമാണ്. കവികൾക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് വർദ്ധിതമായ രീതിയിൽ സൗന്ദര്യബോധമുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും കവികളാണ്, കുറച്ചുപേർ എഴുതുന്നെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ചിന്തയുള്ളവർ, മനുഷ്യന് വിഷമിക്കുന്ന സമയത്ത് കൂടെ വിഷമിക്കണമെന്ന് തോന്നുന്നവർ, യുദ്ധം വേണ്ട എന്ന് വിചാരിക്കുന്നവർ, യുദ്ധം തെറ്റാണ് എന്ന് വിചാരിക്കുന്നവർ, ആപത്തൊന്നും മനുഷ്യന് വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവർ, എല്ലാം കവികളാണ്. ഈ മൂന്നാമത്തെ സവിശേഷതയായ ശങ്കരക്കുറുപ്പിന് മറ്റുള്ളവരിൽ നിന്നും വർദ്ധിതമായ രീതിയിൽ, എല്ലാവർക്കും ഉണ്ട് സൗന്ദര്യബോധം, അതിൽ നിന്നും വർദ്ധിതമായ രീതിയിൽ ഉള്ള ഒരു സൗന്ദര്യബോധം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സൂര്യകാന്തിയും സൂര്യനും തമ്മിൽ പ്രണയമാണെന്ന് സങ്കല്പിക്കാൻ സാധിച്ചതാണ്. നേരത്തെ ഇത് ഗ്രീക്ക് പുരാണത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ മലയാളത്തിൽ നമ്മൾ ആദ്യമാണ് ഇങ്ങനെ ഒരു സങ്കല്പം പരിചയപ്പെടുന്നത്. ഈ സൗന്ദര്യബോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാളിൽ ഉണ്ടാകുന്നത്? അതൊരു അന്വേഷിക്കുന്ന വിഷയമാണ്. എന്താണ് അല്ലെങ്കിൽ സൗന്ദര്യബോധം, ഈ ലാവണ്യം എന്താണ്? അപ്പോൾ ഈ 3 ഘടകങ്ങൾ, സൂര്യൻ, സൂര്യകാന്തി, ശങ്കരക്കുറുപ്പ്, ഈ 3 ഘടകങ്ങൾ 3 ഭൗതിക സവിശേഷതകളാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ കവിതയിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നെ ആത്മാവ് ചുംബിച്ചല്ലോ എന്നൊരു വരിയുണ്ട്. അവിടെ മഹാകവി ഉദ്ദേശിക്കുന്ന ആത്മാവ് എന്താണ്? അല്ലെങ്കിൽ പ്രസിദ്ധമായ വയലാറിന്റെ 2 വരി കവിതയിൽ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെ എന്ന് പറയുന്നുണ്ട്. എന്താണ് അവിടെ ആത്മാവ്? അവിടുത്തെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉണ്മയാണ്. ആത്മീയവാദികൾ പറയുന്ന ആത്മാവല്ല, നമ്മളുടെ ഉണ്മ. പൂവിന്റെ രീതി അല്ലെങ്കിൽ തത്തയ്ക്ക് തത്തയുടെ രീതി എന്ന ജീകുമാരോട് പറയുന്നത് പോലെ ഓരോന്നിനും അതിൻ്റെതായ സ്വാഭാവിക സവിശേഷതകളുണ്ട്. മാങ്ങയിൽ പുളി എങ്ങനെ ഉണ്ടാകുന്നു, മുളകിൽ എരിവ് എങ്ങനെ ഉണ്ടാകുന്നു, പഴത്തിൽ മധുരം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിന് ചാർവാക ദർശനത്തിൽ ഇന്ത്യ ലോകത്തിലെ സംഭാവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം ചാർവാക ദർശനമാണ്. ചാർവാക ദർശനത്തിൽ ഉത്തരമുണ്ട്. ആ ഉത്തരം ഇത് ഓരോന്നിൻ്റെയും സവിശേഷതയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായ സവിശേഷത, സ്വാഭാവികതയാണ്. മുളക് എരിയുന്നു എന്നുള്ളത് അതിൻ്റെ സ്വാഭാവികതയാണ്. ഉപ്പിന്റെ രസം അതിൻ്റെ സ്വാഭാവികതയാണ്. പഴം മധുരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ സ്വാഭാവികതയാണ്. ഈ സ്വാഭാവികമായ അവസ്ഥയാണ് ഇതിനകത്ത് ആത്മാവ്, അവരുടെ ആത്മാവ്, മനുഷ്യന്റെ ഉണ്മ. ഇങ്ങനെയുള്ള കണ്ടെത്തൽ ഒരു കവിക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വർദ്ധിതമായ സൗന്ദര്യബോധം ഉണ്ടാകണം. ഒന്നാമത് അയാൾ ജീവിച്ചിരിക്കണം. ഒരു കവി ജീവിച്ചിരുന്നതിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ വർദ്ധിതമായ സൗന്ദര്യബോധമുള്ളവർക്ക് മാത്രമാണ് കവിത എഴുതാൻ സാധിക്കുക. ഇതിനകത്ത് ആത്മാവിന് എന്തെങ്കിലും സാധ്യതയോ ബന്ധമുണ്ടോ? ഇല്ല. കവിത തികച്ചും ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ്. തികച്ചും ഭൗതികമാണ്. എന്താ കാര്യം വെച്ചാല് കവിക്ക് അറിയാവുന്ന ഭാഷയിൽ മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ചൈനീസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒരു കവിത എഴുതി കളയാമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. ഏത് സരസ്വതി ദേവിക്ക് കാണിക്കയിട്ടാലും സാധ്യമല്ല. നമ്മൾ ആ ഭാഷ പഠിക്കാതൊരു മാർഗമില്ല. പഠിച്ചാൽ തന്നെ സാധ്യമല്ല. അത് വേറെ കാര്യമാണ്. കൃത്രിമമായിട്ട് നമ്മളൊരു ഭാഷ പഠിച്ചാൽ പോലും അതിനകത്ത് ഇതുപോലെ എഴുതണമെന്നില്ല. മാധവിക്കുട്ടിയെ പോലെ കമലഹാസനെ പോലെ
ഏറ്റവും അസാധാരണ പ്രതിഭകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നമ്മുടെ ഭാഷയിൽ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതാണ് കൂടുതൽ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള സമീപനം. എല്ലാ കവികളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കവികളെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങൾ, കവികളുടെ അന്വേഷണങ്ങൾ നമ്മൾ നടത്തിയാൽ ഈ രീതിയിലുള്ള വിപുലരാമനെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കവി എങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ഒരു പൂമുട്ടിന്റെ അടുത്ത് പോയി ഇരിക്കണം. ഈ പൂമുട്ട വിടർന്നു വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു കവിയായി മാറിയിരിക്കണമെന്നാണ്. എങ്ങനെയാണ് സമൂഹത്തെ സൂക്ഷ്മമായി ദർശിക്കേണ്ടത്? ഈ സൂക്ഷ്മ ദർശനത്തിന്റെ ഒരു ഉദാഹരണമാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എടുക്കാം. കവി കടലിനെ സ്നേഹിക്കുന്നവരാണ് കവികൾ, മലകളെ സ്നേഹിക്കുന്നവരാണ്. സുഗതൻ ടീച്ചറെ കുറിച്ച് പറഞ്ഞല്ലോ ഇവിടെ. മരത്തെ സ്നേഹിച്ചവർ ആയിരുന്നു, മനുഷ്യനെ സ്നേഹിച്ചവർ ആയിരുന്നു. അശരണരായ മനുഷ്യർക്ക് ശരണം കൊടുക്കണമെന്ന താല്പര്യം ഉണ്ടായിരുന്ന ഒരു കവിയായിരുന്നു. സുഗതകുമാര ടീച്ചറും ശാസ്ത്രവൈദ്യ പരിഷത്തും അന്നത്തെ സാംസ്കാരിക പ്രവർത്തകരും ഇങ്ങേറ്റത്തെ കടമ്പനിട്ട രാമകൃഷ്ണൻ വരെയുള്ളവരുടെയൊക്കെ ഒരു പ്രവർത്തനപരമായിട്ടാണ് ഇന്ന് നമുക്ക് സൈലന്റ് വാലി പോയി കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് കവികൾ. ഇത്തരം അന്വേഷണങ്ങൾ അവരോടൊപ്പം ഉള്ളതാണ്. ഈ ഞാൻ പറഞ്ഞ ഈ 3 ഘടകങ്ങൾ ഭൗതികമാണെന്നുള്ളതുകൊണ്ട് എനിക്ക് കവിതയെ സംബന്ധിച്ച് എന്താണ് കവിതയുടെ ഒരു DNA എന്ന് ചോദിച്ചത്, എൻ്റെ ഉത്തരം ഏതാണ്? അത് സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭൗതികതയാണ്, ആത്മീയതയല്ല. ആത്മീയതയും അല്ലെങ്കിൽ ആത്മാവും, ഈ പറയുന്ന ആത്മാവും കവിതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് അവർക്കറിയാവുന്ന ഭാഷയിൽ മാത്രം വർദ്ധിതമായ സൗന്ദര്യബോധമുള്ളവർക്ക് എഴുതാൻ കഴിയുന്നത് ഒന്നാണ് കവിത എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ലാവണ്യബോധം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. ലാവണ്യബോധം എന്ന് പറയുന്നത് ഒരു സിനിമാ നടിയുടെ മുഖകാന്തിയാണോ? നോ, അല്ല. ഒരു സിനിമാ നടന്റെ മുഖകാന്തിയാണോ? അല്ല. ഒരു ബോക്സിംഗ് താരത്തിന്റെ ശരീര സൗന്ദര്യമാണോ? അല്ല. മിസ് വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ത്രീയുടെ അംഗലാവണ്യമാണോ? അല്ല. ലാവണ്യബോധം അതൊന്നുമല്ല, വേറെ. ആ ലാവണ്യബോധം എന്താണെന്ന് അറിയുവാൻ നമ്മൾ ഈ കവിത വായിച്ചാൽ മാത്രമേ. ഇതിലുണ്ട് എല്ലാ ലാവണ്യ തികവും നിറഞ്ഞ കവിതകളാണ് ഇതിലുള്ളത്. പവിഴവല്ലിയുടെ പ്രണയഗീതം എന്നാണ് ഇതിന്റെ പേര് തന്നെ. പവിഴവല്ലിയെ വളരെയധികം സ്നേഹിച്ചിരുന്ന വേറൊരു കവി ഉണ്ടായിരുന്നു, മഹാകവി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന്റെ തൃശ്ശൂര് ദേവസ്വം ബോർഡ് കോൺഗ്രസിന് മുമ്പിൽ ഒരു ചെടി, ഈ പൂ അങ്ങനെ തന്നെയാണ്, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നട്ടു വളർത്തിയിരുന്നു. ഞാനിതൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ കാണാൻ പോയ സമയത്ത് അത് അവിടെ ഇല്ലായിരുന്നു. പെരുമഴയുള്ള ഒരു രാത്രി കഴിഞ്ഞുള്ള പുലരിയിലാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ പൂക്കളെല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് നനഞ്ഞ് അദ്ദേഹത്തിന് മുറ്റത്തിങ്ങനെ കിടന്നത് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. ലാവണ്യബോധം നിറയെ ലാവണ്യം, അല്ലെങ്കിൽ കവിതയിൽ നമ്മൾ കാണുന്ന ഈ വിശിഷ്ടമായ ലാവണ്യം, സൗന്ദര്യബോധം നിറയുള്ള ഒരു കവിതയാണ് ഇന്ന്, കാവ്യപുസ്തകമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ആമുഖത്തിൽ കവിയെക്കുറിച്ചുള്ള ജീവിതക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇടയ്ക്ക് വന്ന സർക്കാർ ജോലിക്ക് കിട്ടിയത് കാരണം കവിതയെന്ന് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. കറപ്ഷൻ ആണെന്നൊക്കെയാണ് തോന്നിയിരിക്കുന്നത്. കവിത ഒരു കുറ്റകൃത്യമാണോ? ചിലപ്പോൾ കുറ്റകൃത്യമായിട്ട് വരും. കവിത ചിലപ്പോൾ കുറ്റകൃത്യമായിട്ടും മാറാറുണ്ട്. കവിത ഒരു അപകടകാരിയായിട്ടുള്ള ഒരു സംഭവമായിട്ടും മാറാറുണ്ട്. ഞാനിങ്ങനെ ഓർപ്പിക്കുകയായിരുന്നു. ഒരിക്കലും രാത്രിയിൽ കോട്ടയം നാഗമ്പടം പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് പോലീസ് തടയുന്നു. അപ്പോൾ എന്നിട്ട് ബുക്കും പേപ്പറും എടുത്തുകൊണ്ട് ഡ്രൈവറോട് പറഞ്ഞു. ഞാൻ ആ ജീപ്പിൽ നിന്നിറങ്ങി ഇങ്ങനെ പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ സഞ്ചിയുണ്ട്, തോളിൽ സഞ്ചിയുണ്ട്. ഒരു പോലീസുകാരനൊരു തമാശ, പോലീസുകാരനെ വിളിച്ചു ചോദിച്ചു, എന്താണ് സഞ്ചി എടുത്താണ്? ഞാൻ പറഞ്ഞ ഏറ്റവും പുതിയ കവിതയാണ്, ചാർവാകൻ എന്നുള്ള കവിത ഞാൻ എഴുതിയത് പബ്ലിഷ് ചെയ്തിട്ടില്ല, സഞ്ചിയിലുണ്ട്. പുള്ളിക്ക് അത് പിടി കിട്ടാത്തില്ലല്ലോ. അപ്പോൾ പുള്ളി എന്ത് ചോദിച്ചത്, അതെന്താണ് നിങ്ങളുടെ കയ്യിരിക്കുന്ന കവിത, എന്താണ് ഇത്രയും പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പറയാൻ കാര്യം? വല്ല സ്ഫോടകവസ്തുവാണോ എന്നറിയാൻ ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഇത് വളരെ പ്രകടശേഷിയുള്ള ഒരു സ്ഫോടകവസ്തുവാണ് എന്താ പറഞ്ഞത് എന്ന് പറയുകയായിരുന്നു. പിന്നെ പുള്ളി എന്നോടൊന്നും ചോദിച്ചില്ല, കാര്യം എന്താണെന്ന് അറിയാൻ വയ്യാത്ത പുള്ളി ചോദ്യം ചെയ്തൊന്നുമില്ല. എനിക്ക് യാത്ര പറയാനും പോകാനും പറ്റി. അങ്ങനെയാണ് കവിത പലപ്പോഴും വലിയ സ്ഫോടനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ കവിത നമ്മളെ സ്നേഹത്തോടെ ഇങ്ങനെ തഴുകുന്നതായിരിക്കും. ഒരു കവിയുടെ തന്നെ പല രചനകൾ ഒന്ന് സ്നേഹത്തോടെ തഴുകുമ്പോൾ, ഒന്ന് വളരെ പ്രകടശേഷിയുള്ള സ്ഫോടകവസ്തുക്കൾ പോലെ നമ്മളോട് പെരുമാറും.
ചങ്ങമ്പുഴയെ വായിക്കുമ്പോൾ രമണൻ വായിക്കുന്നതല്ല നമ്മൾ അദ്ദേഹത്തിനെ പാടുന്ന പിശാച് വായിക്കുന്നത്. പാടുന്ന പിശാച് വായിക്കുമ്പോഴാണ് മനുഷ്യന്റെ നികൃഷ്ട ജീവിയാണെന്ന് നമുക്ക് തോന്നുന്നത്. രമണൻ വായിക്കുമ്പോഴാണെന്ന് നമുക്ക് തോന്നില്ല. മനുഷ്യൻ എത്രയോ സാധുവായ ഒരാളാണ്. ചന്ദ്രികയെ പോലെ നമുക്ക് നീതീകരിക്കാൻ തോന്നും രമണൻ വായിക്കുമ്പോൾ. അതിൻ്റെ ആഖ്യാന ശൈലി കൊണ്ടും അതിൻ്റെ ഗാനാത്മകത കൊണ്ടും അതിലെ പ്രണയ ആർദ്രത കൊണ്ടും ഒക്കെ തോന്നും. അതേസമയം പാടുന്ന പിശാചിന്റെ സ്ഥിതി അതല്ല. പാടുന്ന പിശാച് വായിക്കുമ്പോഴാണ് മനുഷ്യനെതിരെ മൃഗങ്ങളോട് റവല്യൂഷൻ നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ഒരു കവിതയാണ്. മനുഷ്യൻ മൃഗങ്ങളെ ഒരുപാട് മനുഷ്യൻ വലിയ സമൂഹത്തിന് ദ്രോഹമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് മൃഗങ്ങളെ നിങ്ങൾ മനുഷ്യർക്കെതിരെ വിപ്ലവം ആരംഭിക്കുക എന്ന് പറയുന്ന അതിനൂതനമായിട്ടുള്ള ഒരു ചിന്ത കൊണ്ടുവരുന്ന ഒരു കവിതയാണ്. എത്രയോ വർഷം മുമ്പ് മരിച്ചുപോയി ചങ്ങമ്പുഴ പാടുന്ന പിശാച് എന്ന കവിത. മൃഗങ്ങൾക്കുള്ള സവിശേഷത കൂടി അതിനകത്ത് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ താങ്ക്സ് എക്സ്ക്യൂസ് നോ മെൻഷൻ എന്നുള്ള വാക്കൊന്നും നിങ്ങൾ പറയാറില്ല. പങ്കുവാക്ക് അതൊന്നും ഞങ്ങൾ പറയുന്നതാണ് നിങ്ങൾ പറയാറില്ല. നിങ്ങൾ നിങ്ങളുടെ പടം ഇങ്ങനെ ഛായാചിത്രം എഴുതി വെച്ചിട്ട് അത് അനാച്ഛാദനം ചെയ്യാറില്ല. നിങ്ങളാരും അധ്യക്ഷനായിട്ടിരിക്കാറില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൃഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് വേണ്ടിയിട്ട് പറയുന്നത്. ഒരു കവിത രമണനാണെങ്കിൽ വേറെ കവിത പാടുന്ന വിഷയമാണ്. അപ്പോൾ ഒരു കവിതയ്ക്ക് നമ്മളെ സമാധാനിപ്പിക്കാനും തലോടാനുമുള്ള കഴിവുണ്ടെങ്കിൽ വേറൊരു കവിതയ്ക്ക് വളരെ മാരകമായ പ്രഹരശേഷിയുണ്ട്. അതാണ് കവിതയുടെ രണ്ട് ഭാവങ്ങൾ എന്നുള്ളത്. രണ്ടിനും ഒരു വ്യത്യസ്തമായ ലാവണ്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഒരു കൊച്ചു കവിത നമുക്ക് ഒന്നിച്ച് വായിക്കാം. ഒരു പുസ്തക പ്രകാശന വേദിയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം കവിതയാണെങ്കിൽ അതിലെ ഒരു കവിത വായിക്കുക എന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ കവിതകൾ ഇനി വായിക്കാതെ പോയാലും വിഷമിക്കേണ്ടതുള്ള അർത്ഥത്തിൽ ഒരു കവിത ആരുണി എന്ന കവിത. ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള ലാവണ്യ ബോധത്തെയാണ്. ഇല്ല നീ ആരാണെന്ന് പറയുന്നതില്ല, ഇല്ല നീ ആരെന്ന് പറയുന്നതില്ല ഞാൻ ഇന്ന് എൻ്റെ ജീവിത മധ്യാജ്ഞവേളയിൽ. സ്നേഹമായി അറിഞ്ഞു ഞാൻ നിന്നെ മനസ്സിൻ മലമേഘക്കൂട്ടിൽ പെയ്യുന്ന കൈവായി അറിഞ്ഞു ഞാൻ നിന്നെ. പിന്നിട്ട വീതിയിലെന്നോ മോഹിച്ച പ്രണയമായി അറിഞ്ഞു ഞാൻ നിന്നെ. ആരാണ് നീ എനിക്കറിയില്ല, ആരാണ് നീ എനിക്ക് ആരല്ല നീ, ഇനി ആരായിരുന്നാലും എന്നിൽ നിറഞ്ഞു നീ. എന്റെ മനസ്സിൻ അശാന്ത തീരങ്ങളിൽ അലിവിന്റെ ഓളമായി തൊട്ടു തഴുകിനി. ഒന്നും എനിക്കറിയില്ല, അറിയുന്നു നാം ഏതോ ജന്മത്തിൽ ഒന്നായിരുന്നിടാം. വരം പോലെ വാക്കുകൾ തന്നും സ്നേഹം പകർന്നും കരുണ ചൊരിഞ്ഞും എന്റെ സ്വപ്നങ്ങളെ പങ്കുവയ്ക്കാൻ സ്വന്തം മനസ്സിന്റെ അറകൾ ഒരുക്കിയും. കാത്തിരിക്കുന്നവൻ ആരാണ് നീ, ഇല്ലെങ്കിൽ ഇന്നെനിക്ക് ആരല്ല നീ. എന്റെ മനസ്സിന്റെ തീ അണയ്ക്കാൻ ഇനിയുള്ള കാലം എൻ പ്രാണനായി അണയൂ നീ. എന്റെ ദുഃഖത്തിൽ തോർച്ചയായി എത്തൂ നീ. ഇതാണ് ആരുണി എന്ന കവിത. ഈ കവിതത്തിലുള്ള ആത്മാർത്ഥത, ലാവണ്യബോധം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു വനിത ഒരു പുസ്തകമായി വരുന്നു എന്നതാണ്. നമുക്ക് എഴുത്തച്ഛൻ മാത്രമുള്ള ഒരു ഭാഷയാണ്, എഴുത്തമ്മയില്ല. അതേസമയം തമിഴ്നാട്ടെ സ്ഥിതി ചെയ്തില്ല, അവരുടെ എഴുത്തമ്മയാണ്. കർണാടകത്തിൽ കന്നഡ ഭാഷയുടെ സ്ഥിതി ചെയ്തില്ല, അക്കമഹാദേവി അവരുടെ എഴുത്തമ്മയാണ്. അങ്ങനെ ചരിത്രത്തിൽ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്കില്ല. മലയാളം ഭാവനയില്ലാത്ത സ്ത്രീകൾ നിറഞ്ഞതാണ് ധരിക്കരുത്. ഭാവനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എഴുതുവാൻ അനുവദിച്ചിരുന്നില്ല. കാര്യം ഭ്രാന്താലയമായിരുന്നല്ലോ നമ്മൾ. അതുകൊണ്ട് എഴുതുവാനുള്ള അവകാശമോ സന്ദർഭമോ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നില്ല. പിന്നെ സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ മനസ്സിലുള്ള ഈ കാവ്യഭാവനകൾ പുലർത്തിക്കൊണ്ട് പോയത്? അതവർ പാട്ടുകളിലൂടെയാണ്, താരാട്ടുപാട്ടുകളിലൂടെയൊക്കെ. താരാട്ടുപാട്ട് എല്ലാവർക്കും അറിയാവുന്ന താരാട്ടുപാട്ട് ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇരേമ നമ്പി എന്ന ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു പുരുഷൻ പോലും അല്ല എന്ന് പറയണം. അമ്മമാരാരും താരാട്ടുപാട്ട് ഉണ്ടാക്കിയിട്ടില്ലേ? അമ്മമാരുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നതാണ്. അങ്ങനെ അമ്മ കുട്ടനാട്ടിലെ ഒരു അമ്മ ഉണ്ടാക്കിയ താരാട്ടുപാട്ടിലെ ചില വരികൾ ഇങ്ങനെയാണ്: വാവാവം 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 വാവോ വാവോ വാവാവോ വാവേ.
സൂര്യൻ മറഞ്ഞേ ഇരുളും പരന്നേ വാവോ വാവോ വാവേ നിന്റമ്മേരി പാടത്തും പോയി വാവോ വാവോ വാവേ കൊയ്യാം മേടിക്കാം കറി കൂട്ടാനും വയ്ക്കാം വാവോ വാവോ വാവേ അങ്ങേ തലങ്ങേ തലവെള്ളം നിറഞ്ഞേ വാവോ വാവോ വാവേ ഒരു വീരി വയ്ക്കാൻ ഒരിടമില്ലെന്റെ കുഞ്ഞേ വാവോ വാവോ വാവേ കുഞ്ഞേ ഉറങ്ങ് എന്റെ കുഞ്ഞേ ഉറങ്ങ് വാവോ വാവോ വാവേ. ഇതിനമ്മ ഉണ്ടാക്കി തരപ്പെട്ട, പക്ഷെ ഇത് ചെയ്തിട്ടില്ല, അച്ഛനില്ല. ഇതൊന്ന് എഴുതി വെക്കുവാൻ പോലും അവരെ സമൂഹം അനുവദിച്ചിരുന്നില്ല. വേണമെങ്കിൽ ഒരു താരതമ്യ പഠനം ഇരിയമ്പൻ നമ്പിയുടെ താരാട്ടം, അത് നല്ല താരാട്ടം കൊടുത്തില്ലേ. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന കാര്യത്തിൽ ഒരുപാട് സംശയമില്ല. ഞാൻ എൻ്റെ മകൻ കുഞ്ഞായിരുന്ന സ്ഥലത്ത് അവനെ ഉറക്കാനായിട്ട് ഈ 2 പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓവർത്തിങ്ങൾക്കിടാവുന്നുള്ള പാട്ടും പാടും, അവാവ് എന്നുള്ള പാട്ടും പാടും. 2 പാട്ട് പാടിയാൽ അവന് ഉറങ്ങും. ഓവർത്തിങ്ങൾക്കാവ് കേട്ടാൽ ആ സംഗീതത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് കുട്ടികൾ ഉറങ്ങും. അവസരം ഉറങ്ങാനവന് തീരെ താല്പര്യമില്ലാത്ത കാരണം അവൻ പറഞ്ഞ അച്ഛാ വേറൊരു പാട്ട് പാടിയാലോ. ഞാൻ പറഞ്ഞ ഏത് പാട്ടാണ് എനിക്ക് വേണ്ടത്? ശാന്തമീ രാത്രി എന്നുള്ള പാട്ട് പാടിയാൽ എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. 2 ധ്രുവങ്ങളാണ്. ഒരുപാട് നിറയെ ബഹളമാണെങ്കിൽ ഒരു പാട്ട് വളരെ സമാധാനമുള്ള ഒരു പാട്ടാണ്. പക്ഷേ ഒരർത്ഥവും ആളുകൾക്ക് മനസ്സിലാകത്തില്ല എന്നുള്ളത്, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല, അമ്മമാർക്ക് മനസ്സിലാവില്ല. പഠിച്ചവർ കാണാതെ പഠിച്ചത് പാടുന്നത് മാത്രമേ ഉള്ളൂ. അതേസമയം മറ്റേപ്പെട്ട അങ്ങനെയില്ല. ജീവിതം അതുപോലെ പകർത്തി വെച്ചിരിക്കുന്നതാണ് ഈ കുട്ടനാട്ടിലേത് അമ്മ ഉണ്ടാക്കിയ ഈ താരാട്ടം. എന്തുകൊണ്ട് ഇത് രേഖപ്പെടുത്തി വയ്ക്കാൻ കഴിയാതെ പോയി? അതായിരുന്നു നമ്മുടെ വ്യവസ്ഥ. ഒരു അല്പവും അഭിമാനം തോന്നാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സന്ദർഭവും ഇല്ലാത്ത ഒരു ചരിത്രമാണ് നമുക്ക് ഉള്ളത്. അത്രമാത്രം മോശമായിട്ടുള്ള സ്ത്രീകളോട് കേരളീയ സമൂഹം പെരുമാറിയിരുന്നത് എഴുത്തമ്മയില്ല. പടക്കപ്പാട്ടുകളൊക്കെ ഉണ്ടാക്കിയത് അമ്മമാരാണ്. എന്താണ് അതിന് തെളിവ്? ഉണ്ണിയാർച്ച പാട്ടിൽ ഉണ്ണിയാർച്ച കുഞ്ഞിരാമൻ അവരുടെ ഭർത്താവിനോട് പറയുന്ന 2 പേരുണ്ട്. പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നുണ്ട് എന്ന് എഴുതുന്നത്. ഇത് വീരുക്കളായ ഒരു പുരുഷന്മാരും എഴുതാൻ സാധ്യതയില്ലാത്ത 2 വരിയാണ്. സ്ത്രീക്ക് മാത്രമേ ഇത് എഴുതാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് അച്ചടിക്കാൻ സമ്മതിച്ചില്ല, എഴുതി വെക്കാൻ സമ്മതിച്ചില്ല. ഒരു ഓലയും നാരായോ അവർക്ക് കൊടുത്തില്ല. ഈ അക്ഷരങ്ങൾ ഇങ്ങനെ അക്ഷരമാണ്, ഇത് നിങ്ങൾ പറയുന്ന വാക്ക് അക്ഷരമായിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അവർക്ക് അറിയുവാനുള്ള സന്ദർഭം വളരെ മോശമായിട്ടാണ് നമ്മളുടെ സമൂഹം സ്ത്രീകളോട് പെരുമാറിയത്. ഇപ്പോഴാണെങ്കിൽ നിറയെ സ്ത്രീകളുടെ ഒരു മുന്നേറ്റമാണ് നമ്മൾ കാണുന്നത്. മലയാള സ്ത്രീകളുടെ മുന്നേറ്റം. എഴുത്തച്ഛൻ്റെ കാലത്തിലെ സ്ത്രീയുടെ പേരെന്താണെന്ന്, കവിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്കില്ല, പറയാനില്ല. ചെറുശ്ശേരിയുടെ കാലം ഒരു സ്ത്രീ എഴുത്തുകാരിയില്ല. കുഞ്ചൻനമ്പ്യാരുടെ കാലം ഇല്ല. വളരെ അടുത്ത കാലത്താണ്, മന്ദത്തോട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലത്താണ് തോട്ടക്കടിക്കാവമ്മ ഉണ്ടാകുന്നത്. ഈ ഇരയപ്പൻ നമ്പി ജീവിച്ചിരുന്ന കാലത്താണ് ഈ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി ഉണ്ടാകുന്നത്. അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന കടത്തനാട്ട് മാധവിയമ്മ, നമ്മൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കടത്തനാട്ട് മാധവിയമ്മ, സുഗതകുമാരി ടീച്ചർ, ബാലാവണിയമ്മ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. പൊതുവുള്ള പാർവതിയമ്മ. ഇപ്പോഴാണെങ്കിൽ സ്ഥിതി അങ്ങനെയല്ല. ധാരാളം വനിതകൾ മലയാളത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 15 വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഓരോ കവിത പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ എഴുതുന്ന കവിതയല്ല, ഞാൻ വായിക്കുന്ന കവിതയാണ്. ഞാൻ വായിക്കുന്ന കവിതകളിൽ നിന്നും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഭ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു കവിത ഞാനിത് പോസ്റ്റ് ചെയ്യാറുണ്ട്. രാവിലെ 5 മണിക്ക് ഇത് പോസ്റ്റ് ചെയ്യും. ഇത് 15 വർഷമാണ് തുടരുകയാണ്. ഒരു ദിവസം ഒരു പുരുഷൻ്റെ കവിതയാണെങ്കിൽ അടുത്ത ദിവസം സ്ത്രീയുടെ കവിതയാണ്. സ്ത്രീയുടെ കവിതയ്ക്ക് യാതൊരു ക്ഷാമവും ഇതുവരുണ്ടായിട്ടില്ല. അത്രമാത്രം മലയാളത്തിലെ പെൺ കവിത മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. സമ്പൂർണ്ണമായിട്ട് ആരെയൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഒരു എഴുത്തുകാരിയും അവരുടെ ഭർത്താവും തമ്മിലുള്ള ഡയലോഗ് ഇങ്ങനെയാണ്. പെണ്ണെഴുത്ത് എന്ന നഗ്ന കവിത ഇങ്ങനെയാണ്: ചേട്ടാ, ഞാനിന്നൊരു ചെടി നട്ടു, അയാൾ തടം നനച്ചു. ചേട്ടാ, ഞാനിന്ന് ഒരു പുതിയ കറി വെച്ചു,
അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ടാ, ഞാൻ ഇന്ന് ഒരു കഥ എഴുതി, അന്ന് ആ വീട്ടിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. അച്ഛന് സംശയം, ആങ്ങൾക്ക് സംശയം, അമ്മയ്ക്ക് ഇരട്ടി സംശയം. ആരെ കുറിച്ചാണ് എഴുതിയത്? പ്രണയകവിത എന്നത് എഴുതാനേ സാധ്യത. പ്രണയകവിത എഴുതിയാൽ ഭർത്താവിന് ആദ്യം സംശയം, ആരെ കുറിച്ചാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന്. ഒരു സ്ത്രീക്കും പ്രണയത്തെ കുറിച്ച് എഴുതാൻ സാധ്യമായിരുന്നില്ല. പുതിയ കാലങ്ങളെല്ലാം മാറി. ആരാണ് സ്ത്രീകളെ കവിത എഴുത്തിൽ പ്രോത്സാഹിപ്പിച്ചത്? ആരാണ് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്? പുരുഷന്മാരായ കവികൾ ആരെങ്കിലും ആണോ? കലയ്ക്കും സാഹിത്യത്തിനും വിദ്യയ്ക്കും ഒക്കെ ഇന്ത്യൻ സങ്കല്പം അനുസരിച്ച് സ്ത്രീ തന്നെയാണ്, ദേവതയാണ്. സരസ്വതി ദേവി രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ സ്ത്രീകളെ? സരസ്വതി ദേവി അല്ല, സയൻസ് ആണ് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്. സയൻസ് എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? സയൻസ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് എഴുതേണ്ട, ബസ്സിലിരുന്ന് നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മംഗ്ലീഷിൽ ചൂണ്ടുവിരലുകൊണ്ട് ഈ മൊബൈൽ ഫോണിൽ അടിച്ചു ചേർത്തിട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പ് കൂട്ടായ്മകളിലോ ഒക്കെ പോസ്റ്റ് ചെയ്യാം എന്നായി. അങ്ങനെയാണ് സ്ത്രീകളുടെ മുന്നേറ്റം മലയാള കവിതയിലുണ്ടായത്. സ്ത്രീകൾക്ക് മാത്രം പറയാൻ കഴിയാവുന്ന വിഷയങ്ങൾ ഇന്ന് വളരെ ധൈര്യമായിട്ട് സ്ത്രീകൾ പറയുന്നു. രാഷ്ട്രീയ കവിതകൾ സ്ത്രീകൾ വളരെ ശക്തമായിട്ട് പറയുന്നു. ഒരു പുഷ്പ കുളവയെന്ന പേരുള്ള ഒരു കവിതയുണ്ട്, കാസർഗോഡുകാരിയാണ്, കാഞ്ഞങ്ങാട്ടുകാരി. അവരുടെ ഒരു കവിതയുണ്ട്, മിറ്റത്തായവൾ എന്നാണ് കവിതയുടെ പേര്. മിറ്റത്തായവൾ എന്ന് പറഞ്ഞാൽ രണ്ടാരിയായവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പുസ്തകം ഒരു അമ്പല കമ്മിറ്റി അവരുടെ ഉത്സവ സ്ഥലത്ത് വെച്ച് പ്രകാശിപ്പിക്കാമെന്ന് പറയുന്നു. പാവപ്പെട്ട ഒരു കുട്ടിയാണ്. പക്ഷേ പുസ്തകം കണ്ടപ്പോൾ പേര് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ, ഇതാണ് നിങ്ങളുടെ കവിതയെങ്കിൽ ഇത് ഈ അമ്പലപ്പറമ്പിൽ പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ, പുസ്തകം പോലും, പിന്നല്ലേ മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നത്, പുസ്തകം പോലും പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അവര് ആ പരിപാടി വേണ്ടെന്നില്ല. പിന്നീട് കാഞ്ഞങ്ങാട്ടെ തെരി വിളിച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് മലയാളത്തിലെ സ്ത്രീകളുടെ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ പുസ്തകം അടക്കമുള്ള എല്ലാ പുസ്തകങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് എനിക്ക് പറയുവാൻ സാധിക്കുന്നത്. നിങ്ങൾ കവിത എഴുതാൻ താല്പര്യമുള്ള സഹോദരിമാരുണ്ടെങ്കിൽ വളരെ ധൈര്യമായിട്ട് ഇനി നിങ്ങൾക്ക് എഴുതാം. സയൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. സയൻസിന്റെ പിന്നാലെ സമൂഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ വന്നതിൻ്റെ ഒരു സന്തോഷവും എന്നെ കൂടി മഹത്തായി ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം തോന്നിയ ഈ കവിയുടെയും രാജേന്ദ്രൻ്റെയും എല്ലാം ഒരു സൗന്ദര്യത്തിന് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത, മേരി കാവേരി എന്ന പേരുള്ള ഒരു കവിത. കന്യാകുമാരിയിലെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണ് മേരി കാവേരി. അവരെക്കുറിച്ചൊരു കവിതയാണത്. മുത്തുമാലകൾ വിറ്റു ജീവിക്കും കന്യാകുമാരി പുത്രിയാണിവൾ മേരി കാവേരി. ടൂറിസ്റ്റുകൾക്ക് ചിപ്പികൾ കൊണ്ടാമയും മുയലും തിരുവള്ളുവർക്ക് ഉപ്പുപോലെ വെളുത്ത പൂവുകളും പെൺകുട്ടികൾക്ക് പച്ച കുത്താൻ സ്റ്റിക്കറും പൊട്ടും സഞ്ചിയിൽ വെച്ച സത്യമുള്ളവൾ മേരി കാവേരി. കള്ളിമുൾച്ചെടി പൂത്തനക്കാലം പൂമ്പാറ്റകൾക്ക് തുള്ളി മധുരം നൽകിയതൊക്കെ കാറ്റിന്റെ ചുണ്ടിൽ പണ്ടണിഞ്ഞൊരു കണ്ണകി പാട്ടിൻ പല്ലവി വീണ്ടും നന്ദുണി നീട്ടുന്ന കേട്ടോള് മേരി കാവേരി. പള്ളിയിൽ നിന്നമ്മയെത്തുമ്പോൾ കൊന്ത തൂങ്ങുന്ന വെള്ളമഞ്ചുമ ചാടി നിൽക്കുന്ന കുഞ്ഞു തമ്പിക്ക് കഞ്ഞിയും കടുമാങ്ങയും കൂട്ടി അന്നമുട്ടുന്ന പൊന്നു പെങ്ങൾ മേരി കാവേരി. ആദിവാസം വൻകടലേറി ഫൈബർ ബോട്ടിന്റെ ചൂടിളക്കി ഭ്രാന്തമലറുമ്പോൾ പൊട്ടിക്കരഞ്ഞും നേരമില്ലായിട്ടും പോകാതെ നിന്ന് മലവിൽപ്പനമാക്കി വയ്ക്കുന്നോൾ മേരി കാവേരി. സ്വപ്നവിത്തു മുളച്ചിടാമണ്ണിൽ കക്കയും ശംഖും സ്വസ്ഥമായി ഉറങ്ങിയ രാവിൽ തീമത്തയായി പക്കമെത്തിയ പോക്കിരിക്കടലെ നീ കൊണ്ടുപോയ രക്തമാണ് മേരി കാവേരി.